ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വേഗം നോക്കാം. മാമ്പഴം കൊണ്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ള നല്ല പഴുത്ത 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ഒക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ദശയുള്ള അധികം നാരില്ലാത്ത മാമ്പഴം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ നല്ല കളറുള്ള മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിന് നല്ലൊരു കളർ കിട്ടും. ഇത് നമുക്ക് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിന്റെ ദശ മാത്രം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെക്കാം. ഞാനിപ്പം മാമ്പഴത്തിന്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ഒരു 2.5 കപ്പ് മാമ്പഴം വരും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേസർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. അപ്പൊ നല്ല മധുരമുള്ള നല്ല കളറൊക്കെ ഉള്ള ഒരു മാമ്പഴം നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് കട്ടയാവാനായിട്ട് വെക്കാം. നല്ലപോലെ ഐസ് പോലെ ആവണം. അതുവരെ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന ആ മാമ്പഴമൊക്കെ നല്ല കല്ല് പോലായി ഫ്രീസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മാമ്പഴ കഷ്ണങ്ങളൊക്കെ ഞാനിപ്പം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന മാമ്പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുവേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. ഇനി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കാച്ചിയ പാലാണ്. ഇത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് അരച്ചു നോക്കിയിട്ട് അതിന്റെ കട്ടിക്കനുസരിച്ച് ബാക്കി ചേർത്ത് കൊടുക്കാം. അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാമ്പഴം നല്ല കട്ടിയിലിരിക്കുന്നത് കൊണ്ട് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ പൾസ് മോഡിൽ ഇട്ടിട്ട് നിർത്തി അടിച്ചെടുത്താൽ മതിയേ, ഇല്ലെങ്കിൽ നമ്മുടെ മിക്സി പെട്ടെന്ന് കേടായി പോവും. മാങ്ങയൊക്കെ ഞാൻ ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ എടുത്ത 1/2 കപ്പ് പാലും ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ് നമുക്ക് വേണ്ടത്. ഞാൻ മധുരം നോക്കിയായിരുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിയത് നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് ആ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും തന്നെ ധാരാളമാണ്. ഇപ്പൊ തന്നെ മധുരം മുമ്പോട്ടാണ് നിൽക്കുന്നത്. നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ മധുരം ഒന്ന് നോക്കണം. മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. മധുരം എപ്പോഴും മുന്നോട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ അത് ഫ്രീസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ പാകത്തിനുള്ള രീതിയിൽ കിട്ടത്തുള്ളൂ. ഇനി ഇത് ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 8-10 മണിക്കൂറെങ്കിലും ഫ്രീസറിലേക്ക് വെക്കാം സെറ്റ് ആവാനായിട്ട്. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിന്റെ മുകളിൽ കുറച്ചിങ്ങനെ ഐസ് പോലെ വരും. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ പാകത്തിന് തണുപ്പിലിരിക്കുക. നമുക്കൊരു സ്പൂൺ വെച്ച് കോരി കഴിച്ചാൽ ഇത് ഐസ്ക്രീം ഒന്നും ആക്കാനായിട്ട് ബാക്കി കാണത്തില്ല. നമ്മുടെ ഐസ്ക്രീം ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്ത് സെർവ് ചെയ്യാം. ഞാനിപ്പം നമ്മുടെ ഐസ്ക്രീമിന്റെ മുകളിലായിട്ട് കുറച്ച് റെയിൻബോ സ്പ്രിങ്കിൾസ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് മാംഗോയുടെ പീസസോ അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കണേ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു.